70കാരിയായ വയോധികയുടെ കഴുത്തിൽ കത്തിവെച്ച് മോഷണം. മോഷണശേഷം വീടിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിൽ വിജയചിഹ്നം കാണിച്ച് കടന്നുകളഞ്ഞ മോഷ്ടാവിനെ പോലീസ് പിടികൂടി. വാളയാർ സ്വദേശിയായ റോബിൻ എന്ന 23കാരനാണ് പോലീസ് പിടിയിലായത്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സംഭവം. പട്ടാപ്പകൽ കമലാമേരി എന്ന വയോധിക വീട്ടിൽ തനിച്ചായിരുന്ന സമയത്താണ് പ്രതിയായ റോബിൻ വീട്ടിനുള്ളിലേക്ക് കടന്നു കയറിയത്. വയോധികയുടെ പിന്നിലൂടെ എത്തിയ റോബിൻ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ശുചിമുറിയിൽ പൂട്ടിയിടുകയായിരുന്നു. വയോധികയുടെ പ്രായം പോലും പരിഗണിക്കാതെ അവരെ ക്രൂരമായി വീടിന്റെ ശുചിമുറിയിലേക്ക് തള്ളിയിട്ട് പുറത്തുനിന്നും പൂട്ടിയത്. പുറത്തു പറഞ്ഞാൽ ജീവനോടെ വെച്ചേക്കില്ല എന്നും വയോധികയെ ഭീഷണിപ്പെടുത്തി. ശേഷം വീട് മുഴുവൻ അരിച്ചു പെറുക്കിയ പ്രതി 5000 രൂപയും ഔദ്യോഗിക രേഖകൾ അടങ്ങിയ ബ്രീഫ് കേസും എടുത്തുകൊണ്ടാണ് കടന്നത്. മോഷണം കഴിഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതി വീടിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിൽ നോക്കി വിക്ടറി സൈൻ കാണിച്ച് വിജയാഹ്ലാദം പ്രകടിപ്പിച്ച ശേഷമാണ് കടന്നു കളഞ്ഞത്. അവിവാഹിതയായിരുന്ന വയോധിക തന്റെ സഹോദരന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു താമസം. ഒരു മരണച്ചടങ്ങിൽ പങ്കെടുക്കാനായി സഹോദരനും കുടുംബവും വീട്ടിൽ നിന്നും മാറി നിന്ന സമയത്താണ് റോബിൻ വീട്ടിനുള്ളിൽ കടന്നു കയറി വയോധികയോട് അതിക്രൂരമായിട്ട് പെരുമാറിയത്. എന്നാൽ മോഷണം നടത്തിയ 23കാരനായ റോബിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വെറുമൊരു മോഷണ കേസ് പ്രതി മാത്രമല്ല റോബിൻ, 2 പോക്സോ കേസുകളിലടക്കം ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയാണ്. ഇതിൽ രണ്ടാമത്തെ പോക്സോ കേസിൽ 16കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ആ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി മാലയും കവർന്നാണ് പ്രതി കടന്നു കളഞ്ഞത്. രണ്ടാമത്തെ പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങി വെറും 15 ദിവസം തികയും മുമ്പാണ് റോബിൻ വൃദ്ധയെ ആക്രമിച്ച് ഈ കവർച്ച നടത്തിയേക്കുന്നത്. തെളിവെടുപ്പിനായി എത്തിച്ചപ്പോഴും പ്രതി മാധ്യമ ക്യാമറകളെ നോക്കി വിക്ടറി സൈൻ കാണിച്ചു. ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ പ്രതി മറ്റൊരു കുറ്റകൃത്യം നടത്തുക എന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുമ്പിലെ ചോദ്യമായി നിൽക്കുകയാണ്. ഗുരുതരമായ കേസുകളിൽ ജാമ്യത്തിലിറങ്ങുന്ന ഇത്തരം സ്ഥിരം കുറ്റവാളികൾ വെറും 15 ദിവസത്തിനുള്ളിൽ അടുത്ത കുറ്റകൃത്യം ചെയ്യുമ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എത്രത്തോളം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നത് ഈ സംഭവം വിരൽ ചൂണ്ടുന്നു. ഇത്തരക്കാരുടെ ജാമ്യവ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കേണ്ടതുണ്ടോ എന്ന് അധികാരികൾ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വാർദ്ധക്യ സഹജമായി തന്നെ അവശയായ 70കാരിക്ക് സ്വന്തം വീട്ടിനുള്ളിൽ നേരിടേണ്ടി വന്നത് ക്രൂരത തന്നെയായിരുന്നു. വയോധികയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് പ്രതി ക്രൂരമായി വീടിന്റെ ശുചിമുറിക്കുള്ളിലേക്ക് തള്ളിയിട്ടത്. ഇരുട്ടടഞ്ഞ ആ ചെറിയ ശുചിമുറിക്കുള്ളിൽ കഴുത്തിൽ കത്തിയമർന്നതിന്റെ വേദനയുമായി ആ 70കാരി അനുഭവിച്ച മാനസിക ആഘാതം എത്രത്തോളമായിരിക്കും. താൻ ഇനിയൊരു തിരിച്ചുവരവ് നടത്തില്ല എന്നുവരെ ആ അമ്മ ഭയന്നിരിക്കാം. ഭയം കാരണം ഏറെ നേരത്തേക്ക് സഹായത്തിനായി പുറത്തേക്ക് നിലവിളിക്കാൻ പോലും ആ വയോധികയ്ക്ക് സാധിച്ചിരുന്നില്ല എന്നത് പ്രതി സൃഷ്ടിച്ച ക്രൂരതയുടെ ആരം വ്യക്തമാക്കുന്നു.